ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈം ആൻഡ് വർക്ക് ആണ്. ടൈം ആൻഡ് വർക്ക് A to Z സീരീസിലെ 5th വീഡിയോ ആണ് ഇത്. ഇതിന് മുന്നേ നമ്മൾ ഈ സെയിം ടോപ്പിക്കിൽ തന്നെ 4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി കാണാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് A extra B extra എന്ന് പറയുന്നത്, അതായത് A and B എന്ന് പറയുന്ന രണ്ട് പേഴ്സൺസ് ഉണ്ട്. ആ പേഴ്സൺ നമുക്ക് സാധാരണ ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് തരിക, A എന്ന് പറയുന്ന പേഴ്സൺ ഒരു 10 days അല്ലെങ്കിൽ ഒരു 20 days എടുക്കുന്ന ഒരു വർക്ക് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, B ഒരു 30 days എടുക്കുന്നു ഒറ്റയ്ക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെയെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം എടുക്കും? അല്ലെങ്കിൽ A and B ചേർന്ന് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 30 days എടുക്കുന്നുണ്ട്, A ഒറ്റയ്ക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നുണ്ട്? അങ്ങനെയെങ്കിൽ B ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്, ടൈം ആൻഡ് വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും കൂടെ ഒരു 20 days എടുക്കുന്നുണ്ടെന്ന് തരും, അല്ലെങ്കിൽ ഒരു X days എടുക്കുന്നുണ്ടെന്ന് തരും. എന്നിട്ട് നമ്മളോട് എന്ത് ചോദിക്കുന്നു, എന്ത് പറയുന്നു, A ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ A and B എടുക്കുന്ന ടൈമിനേക്കാളും ഒരു 10 days എടുക്കുന്നു. B ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ A and B എടുക്കുന്ന ടൈമിനേക്കാളും ഒരു 20 days എക്സ്ട്രാ എടുക്കുന്നു. അതായത് A and B നെ കമ്പയർ ചെയ്തിട്ട് A and B നേക്കാളും ഇത്ര ദിവസം കൂടുതൽ എടുക്കുന്നു. അതുപോലെ തന്നെ A and B എത്ര ദിവസം എടുക്കുന്നുണ്ടോ അതിനെ കമ്പയർ ചെയ്തിട്ട് B അതിനേക്കാൾ ഒരു 10 days അല്ലെങ്കിൽ 20 days എക്സ്ട്രാ എടുക്കുന്നു. അങ്ങനെ തന്നിട്ട് എയും ബിയും കൂടെ എത്ര ദിവസം എടുക്കും, അല്ലെങ്കിൽ A ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും, അല്ലെങ്കിൽ B ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഒരു ഇക്വേഷൻ ഉണ്ട്, അങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്, A and B, എയും ബിയും കൂടി ആ വർക്ക് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു റൂട്ട് ഓഫ് A എക്സ്ട്രാ, അതായത് A and B നേക്കാളും എത്ര ദിവസം എക്സ്ട്രാ എടുക്കുന്നു, അതാണ് A എക്സ്ട്രാ ഇൻറ്റു B എക്സ്ട്രാ. A and B നെ കമ്പയർ ചെയ്യുമ്പോൾ B എത്ര കൂടുതൽ എടുക്കുന്നു, അതാണ് B എക്സ്ട്രാ. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് A and B എടുക്കുന്ന ഡേയ്സ്. A and B ഡേയ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് A എക്സ്ട്രാ ഇൻറ്റു B എക്സ്ട്രാ. ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്, ഓർത്ത് വയ്ക്കുക. A and B ഡേയ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് A എക്സ്ട്രാ ഇൻറ്റു B എക്സ്ട്രാ. ഇങ്ങനത്തെ ഫോർമുല കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് A works alone he would take 32 days more to complete the job than A and B working together. If B work alone he would take 8 days more to complete the job than A and B working together. Then find it in time taken to complete the work. ഒന്നാമത്തെ ഇതിൽ തന്നെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് A and B വർക്കിംഗ് ടുഗദർ, എയും ബിയും കൂടെ എത്ര ദിവസം എടുക്കുന്നു. ഇഫ് A വർക്ക് അലോൺ, A ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് B വർക്ക്സ് അലോൺ, B ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്, എയും ബിയും എത്ര ദിവസം എടുക്കുന്നുണ്ടോ അതിനേക്കാളും 32 days കൂടുതൽ എടുക്കും A ഒറ്റയ്ക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ A and B ഒരുമിച്ച് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നുണ്ടോ അതിനേക്കാളും 8 days കൂടുതൽ എടുക്കും B ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ. അങ്ങനെയെങ്കിൽ എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം എടുക്കും? A ഒറ്റയ്ക്കാണെങ്കിൽ എത്ര ദിവസം എടുക്കും, B ഒറ്റയ്ക്കാണെങ്കിൽ എത്ര ദിവസം എടുക്കും? അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ഇതാണ് ഫോർമുല, A and B ഡേയ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് A എക്സ്ട്രാ ഇൻറ്റു B എക്സ്ട്രാ ആണ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, A and B എത്ര ദിവസം എടുക്കുന്നു നമുക്ക് അറിയില്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, X ആയിട്ട് എടുക്കുന്നു, X ഡേയ്സ് ആണ് എടുക്കുന്നു. അപ്പൊ എന്താണ്, A ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്ന പറഞ്ഞത്, A and B നേക്കാളും 32 days കൂടുതൽ എടുക്കും. അപ്പൊ എത്രയാണ്, X plus 32. ഇനി അടുത്തത് B ഒറ്റയ്ക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം, A and B നേക്കാളും 8 days കൂടുതൽ, അതായത് X plus 8 അല്ലേ. അപ്പൊ എന്താണ് ഇവിടെ എത്ര കൂടുതലാണ്, A എക്സ്ട്രാ എന്ന് പറയുന്നത് എത്രയാണ്, ഈക്വൽ ടു
32. എക്സിനേക്കാളും 32 കൂടുതൽ. അപ്പൊ എ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ 32. ഇനി അടുത്ത് എ ആൻഡ് ബിയും ബിനെയും കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ് ബി എക്സ്ട്രാ എന്ന് പറയുന്നത്? ബി എക്സ്ട്രാ എന്ന് പറയുന്നത് ഈക്വൽ ടു എത്രയാണ്? എക്സും എക്സ് പ്ലസ് 8ഉം. എത്രയാണ് കൂടുതൽ? 8 കൂടുതൽ. അപ്പൊ ബി എക്സ്ട്രാ 8 ഒന്നും കിട്ടി, എ എക്സ്ട്രാ 32 ആണെന്നും കിട്ടി. നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ആൻഡ് ബി എത്ര ദിവസം എടുക്കും എന്നുള്ളത് നമുക്കറിയില്ല. അതെന്താണ്? എക്സ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താന്ന് കിട്ടണം? റൂട്ട് ഓഫ് എ എക്സ്ട്രാ എത്രയാണ്? 32 ഇൻറ്റു ബി എക്സ്ട്രാ എത്രയാണ്? 8. അപ്പൊ റൂട്ട് ഓഫ് 32 ഇൻറ്റു 8 ആണ് എയും ബിയും കൂടെ ചേർന്ന് എടുക്കുന്ന ടൈം. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടെ ഒരു 8 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 32നെ 8 വെച്ച് 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. പറ്റൂല്ലേ? 32നെ നമുക്ക് 8ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. 4 ഇൻറ്റു 8 എന്താണ്? 32 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 ഇൻറ്റു 8 ഇൻറ്റു 8 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു റൂട്ട് ഓഫ് 4ന്റെ റൂട്ട് എത്രയാണ്? 4ന്റെ റൂട്ട് 2 ആണ്. ഇനി നമുക്ക് റൂട്ട് ചെയ്തണ്ട, ഡയറക്റ്റ് ആയിട്ട് എഴുതാം. 4ന്റെ റൂട്ട് എത്രയാണ്? 2. അപ്പൊ 2 ആയി ഇൻറ്റു 2 8 ഉണ്ട്. റൂട്ടിനകത്ത് രണ്ട് നമ്പർ, അതായത് എക്സ് ഇൻറ്റു എക്സ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് പുറത്ത് ഒരു എക്സ് ആയിട്ട് എടുക്കാം. 8 ഇൻറ്റു 8 ആണ് റൂട്ടിനകത്ത്. അപ്പൊ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു 8 പുറത്തേക്ക് എടുക്കാം. അപ്പൊ 2 ഇൻറ്റു 8 ആണ്. ഈക്വൽ ടു എന്താന്ന് കിട്ടി? 16 ഡേയ്സ് ആണ് കിട്ടി. അതായത് എയും ബിയും കൂടെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 16 ഡേയ്സ് എടുക്കുന്നു എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ എ ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? എ എന്ന് പറയുന്നത് എക്സിനേക്കാളും 32 കൂടുതൽ. എക്സ് എന്ന് പറയുന്നത് 16. അപ്പോ 16 പ്ലസ് 32 എത്രയാന്ന് കിട്ടും? 48 ഡേയ്സ്. ബി ഒറ്റയ്ക്കാണെങ്കിൽ ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 16ന്റെ കൂടെ ഒരു 8 ആഡ് ചെയ്യുക അല്ലെ? എത്രയെന്ന് കിട്ടും? ഈക്വൽ ടു 24 ഡേയ്സ്. അപ്പൊ എയും ബിയും കൂടി ചേർന്നിട്ടാണെങ്കിൽ 16 ഡേയ്സ് എടുക്കും. എ ആണെങ്കിൽ 48 ഡേയ്സ് എടുക്കും, ബി ആണെങ്കിൽ 24 ഡേയ്സ് എടുക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ 16 ഡേയ്സ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ 48 ഡേയ്സ്, തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ 24 ഡേയ്സ് ആണെന്ന് കിട്ടി. Next question, A and B working together can do a piece of work in X days. A alone can complete the same work in X plus 45 days. B alone can complete the same job in X plus 20 days. Then find the value of X. First question, value of X കാണാം. അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത്? എയും ബിയും കൂടെ ചേർന്ന് എത്ര വർക്ക് ചെയ്യുന്നുണ്ട്? എത്ര ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? എക്സ് ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. എ ഒറ്റയ്ക്കാണെങ്കിൽ എക്സിനേക്കാളും 45 ഡേയ്സ് കൂടുതൽ എടുക്കും. അതുപോലെ തന്നെ ബി ഒറ്റയ്ക്കാണെങ്കിൽ ആ വർക്ക് എക്സിനേക്കാളും 20 ഡേയ്സ് കൂടുതൽ എടുക്കും. അങ്ങനെയാണെങ്കിൽ എക്സ്, അതായത് എയും ബിയും കൂടെ ചേർന്ന് എത്ര ദിവസം എടുക്കും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. A and B started working together. After 20 days, B left the job. Then find the number of days to complete remaining work by A alone. അതായത് രണ്ടുപേരും കൂടെ ചേർന്നിട്ടുള്ള വർക്ക് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? അതിന്റെ LCM കണ്ടിട്ട് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. അതിനുശേഷം എന്താണ്? എയും ബിയും കൂടെ എത്ര ദിവസം എടുക്കുന്നു? എയും ബിയും കൂടെ 20 ഡേയ്സ് ആദ്യം വർക്ക് ചെയ്യും. അതിനുശേഷം ബി ആ വർക്കിൽ നിന്ന് ലെഫ്റ്റ് ആയി ബാക്കിയുള്ള റിമൈനിങ് വർക്ക് എ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ എ ഒറ്റയ്ക്ക് ആ റിമൈനിങ് വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. എ ആൻഡ് ബി എത്ര ദിവസം എടുക്കും? എക്സ് ഡേയ്സ്. അപ്പൊ നമുക്കത് എഴുതാം. എ ആൻഡ് ബി, എയും ബിയും കൂടെ ചേർന്ന് എക്സ് ഡേയ്സ് എടുക്കും. എ ആണെങ്കിൽ എത്ര ദിവസം എടുക്കും? എക്സിനേക്കാൾ ഒരു 45 ഡേയ്സ് കൂടുതൽ. ബി ആണെങ്കിൽ എത്ര ദിവസം എടുക്കും? എക്സിനേക്കാളും ഒരു 20 കൂടുതൽ. അപ്പൊ എന്താണ്? എ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 ഡേയ്സ്. ബി എക്സ്ട്രാ എത്രയാണ്? 20 ഡേയ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് എക്സ് കണ്ടുപിടിക്കാം അല്ലെ? എ ആൻഡ് ബി എത്രയാണ്? എ ആൻഡ് ബി, എയും ബിയും കൂടെ ചേർന്നെടുക്കുന്ന ടൈം അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണെന്ന് കിട്ടി? റൂട്ട് ഓഫ് എ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 ഇൻറ്റു ബി എക്സ്ട്രാ എത്രയാണ്? 20 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 45നെ നമുക്ക് ഒരു സ്ക്വയർ റൂട്ടിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം. അതായത് 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 45നെ നമുക്ക് എഴുതാൻ പറ്റില്ല. പിന്നെ അടുത്ത സ്ക്വയർ റൂട്ട് ഏതാണ്? 9 ആണ് അല്ലെ? 9ന് സ്ക്വയർ റൂട്ട് ഉണ്ട് 3. അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 45നെ എഴുതാൻ പറ്റുമോ നോക്കാം. 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. 9 ഇൻറ്റു 5 എന്ന് പറയുന്നത് 45 ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? 45നെ 9 ഇൻറ്റു 5 എന്ന് എഴുതും. പിന്നെ 20നെ
അടുത്ത ഈ നമ്പർ 5ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റും. 20നെ 5ന്റെ മൾട്ടിപ്ലൈ ചെയ്താൻ പറ്റും. എങ്ങനെയാണ് 5 into 4 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നമ്മളതിനെ 5 into 4 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇതിനും സ്ക്വയർ ഉണ്ട്, സ്ക്വയർ റൂട്ട് ഉണ്ട്, 4നും സ്ക്വയർ റൂട്ട് ഉണ്ട്. 2 5 ഉള്ളതുകൊണ്ട് ഒരു 5 നമുക്ക് പുറത്തെടുക്കുകയും ചെയ്യാം. അപ്പൊ എന്താണ് ഈക്വൽ ടു എന്ന് റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ 3 into 5 into 5 ഉണ്ട്. അപ്പൊ ഒരു 5നെ പുറത്തെടുക്കാം. 5 4ന്റെ റൂട്ട് എന്ന് പറയുന്നത് 2. അപ്പൊ എന്താണ് കിട്ടും ഈക്വൽ ടു 3 into 5 into 2. 5 into 2 എന്ന് 10. 10 into 3 എന്ന് പറഞ്ഞാൽ 30. അപ്പോൾ എയും ബിയും കൂടെ ചേർന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ x ഡേയ്സ്, അതായത് 30 ഡേയ്സ് എടുക്കുന്ന കിട്ടി. ഇനി നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എയും ബിയും കൂടെ വർക്ക് കംപ്ലീറ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്തു, 20 ഡേയ്സ് കഴിഞ്ഞ ശേഷം എ ലെഫ്റ്റ് ആയി, ബാലൻസ് ബി ലെഫ്റ്റ് ആയി, ബാലൻസ് എ ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എയും ബിയും എത്ര ദിവസം എടുക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. എ ആൻഡ് ബി 30 ഡേയ്സ് ആണ്. അപ്പൊ എ എത്ര ദിവസം എടുക്കും? 30യുടെ കൂടെ 45 ആഡ് ചെയ്യണം അല്ലേ? നോക്കൂ, നമുക്ക് എക്സ് എന്ന് പറഞ്ഞത് 30 ആണെന്ന് കിട്ടി. അപ്പൊ എ ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 30യുടെ കൂടെ 45 ആഡ് ചെയ്യുക. അപ്പൊ എത്രയാണ്? 30 + 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 ഡേയ്സ് എടുക്കും. ബി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും? 30യുടെ കൂടെ ഒരു 20 ആഡ് ചെയ്യുക, അതായത് 50. ഓക്കെ, ഇതിന്റെ LCM കാണാം നമുക്ക്. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 75. 75നെ 50 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പൂർണ്ണമായിട്ടും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? 75ന്റെ അടുത്ത മൾട്ടിപ്പിൾ, 75ന്റെ അടുത്ത മൾട്ടിപ്പിൾ എത്രയാണ്? 150. 150 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 15 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 115 ആണ് LCM എന്ന് എടുത്തു. 115 ഡിവൈഡ് ബൈ 75 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. 150 ഡിവൈഡ് ബൈ 50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അപ്പൊ എയുടെ എഫിഷ്യൻസി 2 ആണെന്ന് കിട്ടി, ബിയുടെ എഫിഷ്യൻസി 3 ആണെന്ന് കിട്ടി. ആദ്യത്തെ 20 ഡേയ്സ് എയും ബിയും കൂടെ ചേർന്നാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ എ പ്ലസ് ബി ആദ്യത്തെ 20 ഡേയ്സ്. അപ്പൊ എഫിഷ്യൻസി എന്താണ്? എയും ബിയും കൂടെ എഫിഷ്യൻസി 2 + 3. അപ്പൊ എത്രയാണ്? 5. എയും ബിയും കൂടെ എത്ര ദിവസം എടുത്തു? 20 ഡേയ്സ് എടുക്കും. അപ്പൊ എന്താണ്? 20 ആണ് ടൈം എന്ന് കിട്ടി. ഇനി എന്താണ് വർക്ക് എന്ന് പറയുന്നത്? എഫിഷ്യൻസി ഇൻറ്റു ടൈം. എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ 5 into 20. 5 into 20 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 100 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ എയും ബിയും കൂടെ ചേർന്ന് ആദ്യത്തെ 20 ദിവസം 100 യൂണിറ്റ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാലൻസ് എത്രയുണ്ട്? മൊത്തം 150 യൂണിറ്റ്സ് ആണ് ടോട്ടൽ വർക്ക്. അതിൽ 100 യൂണിറ്റ്സ് കഴിഞ്ഞു. ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 15 ഉണ്ട് അല്ലേ? 150 നിന്ന് 100 പോയി കഴിഞ്ഞാൽ 15 യൂണിറ്റ്സ് ഓഫ് വർക്ക് ഉണ്ട്. അത് ആരാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്? എ ആണ്. ബി ലെഫ്റ്റ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ എ ആണ് വർക്ക് ചെയ്യുന്നത്. എയുടെ എഫിഷ്യൻസി നമുക്ക് ഇവിടെ അറിയാം 2 ആണെന്ന്. അപ്പൊ എ എടുക്കുന്ന റിമൈനിങ് വർക്ക് ചെയ്യാൻ എ എടുക്കുന്ന ടൈം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ്. അപ്പൊ എത്രയാണ് ഇവിടെ വർക്ക്? റിമൈനിങ് വർക്ക് 50, എയുടെ എഫിഷ്യൻസി 2. 50/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഡേയ്സ്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 25 ഡേയ്സ് ആണെന്ന് കിട്ടി. Next question, A alone can do a piece of work in T plus 18 days. B alone can do the same work in T days and A and B together can do the same job in T minus 6 days. Then find the value of T. എന്താണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്? നേരത്തെ നമ്മൾ എയും ബിയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എ ആൻഡ് ബിനേക്കാളും എ എക്സ്ട്രാ എടുക്കുന്നു, എ ആൻഡ് ബിനേക്കാളും ബി എക്സ്ട്രാ എടുക്കുന്നു, അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എ ആൻഡ് ബിക്ക് എക്സ് ആണ് കൊടുത്തത്. ഇവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. എന്താണ്? എ ആൻഡ് ബി T minus 6 ഡേയ്സ് എടുക്കും. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. എ ആൻഡ് ബി എന്ന് വെച്ചാൽ T minus 6. എ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കുന്ന തന്നിട്ടുള്ളത്? T plus 18 ഡേയ്സ്. ബി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? T plus 18 T. ഓക്കെ, അപ്പൊ ബി T ഡേയ്സ്, എ T plus 18 ഡേയ്സ്, എ ആൻഡ് ബി T minus 6 ഡേയ്സ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ എ എക്സ്ട്രാ കണ്ടുപിടിക്കും? എ എക്സ്ട്രാ എങ്ങനെയാണ്? ഇവിടെ ടീനേക്കാളും 18 കൂടുതൽ, ഇവിടെ ടീനേക്കാളും 6 കുറവ്. അപ്പൊ ഇവിടെ T കൊടുത്തു കഴിഞ്ഞാൽ 18 കൂടുതലും ഇവിടെ ഒരു 6 കുറവും. അപ്പൊ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആ എക്സ്ട്രാ എത്രയാണ്? 6 + 18. 6 + 18 എന്ന് പറയുന്നത് 24. അപ്പൊ എ എക്സ്ട്രാ എന്നത് 24 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എന്താണ്? ബി എക്സ്ട്രാ. ബി എക്സ്ട്രാ എങ്ങനെ കിട്ടും? ടി ഉണ്ട്, ടിയിൽ നിന്ന് 6 കുറവ് ആണ് എന്തെന്ന് പറയുന്നത്? എ ആൻഡ് ബി അല്ലേ? അപ്പൊ എന്താണ് ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത്? എത്രയാണ്? 6. അപ്പൊ 6 എന്ന് കിട്ടി.
അപ്പോൾ ബി എക്സ്ട്രാ എന്ന് 6 എന്ന് കിട്ടി, എ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ 24 ആണെന്നും കിട്ടി. ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താലും മതി. അതായത് ടി പ്ലസ് 18 നിന്ന് ടി മൈനസ് 6 മൈനസ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും, ടി പ്ലസ് 18 മൈനസ് ടി പ്ലസ് 6 എന്ന് കിട്ടും അല്ലെ. മൈനസും മൈനസും കൂടെ പ്ലസ് ആകും. ടിയും ടിയും ക്യാൻസൽ, 18 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 24 എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും ടി മൈനസ് ഓഫ് ടി മൈനസ് 6 എത്ര കിട്ടും, ടി മൈനസ് ടി പ്ലസ് 6. ടിയും ടിയും ക്യാൻസൽ ആയി 6 എന്ന് കിട്ടി. അപ്പൊ 24 ഓഫ് 6, എ എക്സ്ട്രാ 24, ബി എക്സ്ട്രാ 6 എന്ന് കിട്ടി. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, എ ആൻഡ് ബി കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് ടി കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇതാണ് ഫോർമുല, എ ആൻഡ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ്ട്രാ ഇൻറ്റു ബി എക്സ്ട്രാ. എ ആൻഡ് ബി നമ്മളിവിടെ എന്താ എടുത്തിട്ടുള്ളത്, ടി മൈനസ് 6 ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ടി മൈനസ് 6 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ 24, ബി എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ 6 ഈക്വൽ ടു എന്താ കിട്ടും, റൂട്ട് ഓഫ് 24ന് നമുക്ക് സ്ക്വയർ റൂട്ട് ഉള്ള ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾ. ആദ്യത്തെ 2ന്റെ സ്ക്വയർ എത്രയാണ്, 4. 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, 4 into 6 ആയിട്ട് എഴുതാം. അപ്പൊ 4 into 6 ആയിട്ട് എഴുതാം. പിന്നെ ഒരു 6 ഇവിടെ ഉണ്ട്, ആ 6 എഴുതി. ഈക്വൽ ടു എന്താന്ന് കിട്ടി, റൂട്ട് ഓഫ് 4. 4ന്റെ റൂട്ട് എത്രയാണ്, 2. പിന്നെ റൂട്ടിനകത്ത് 2 നമ്പർ ഉള്ളതുകൊണ്ട് 6 into 6 ഉള്ളതുകൊണ്ട് ഒരു 6 പുറത്തെടുക്കാം. ഈക്വൽ ടു എന്താന്ന് കിട്ടും, 2 into 6 എന്ന് പറഞ്ഞാൽ 12 എന്ന് കിട്ടി. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ദി വാല്യൂ ഓഫ് ടി ആണ്. അപ്പൊ ടി മൈനസ് 6 ഈക്വൽ ടു 12 എന്ന് കിട്ടി. ഓക്കെ, ടി മൈനസ് 6 എന്ന് വന്ന് 12 ആണെന്ന് കിട്ടി. അപ്പൊ ടി എന്ന് വന്ന് ഈക്വൽ ടു എന്താ കിട്ടും, 12 മൈനസ് 6 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, പ്ലസ് 6 ആവും. അപ്പൊ 12 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12 പ്ലസ് 6 എന്ന് പറയുന്നത് 18. അപ്പൊ ടി എന്ന് പറയുന്നത് എത്രയാണ്, 18 ആണെന്ന് കിട്ടി. Next question, A alone can do a piece of work in X days. A and B together can do the same work in X minus 8 days. B alone can do it in X plus 10 days. Then find the value of X. അപ്പോൾ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. A ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കും, A and B എത്ര ദിവസം എടുക്കും, X minus 8. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. A and B എത്രയാണ്, X minus 8. A എത്ര ദിവസം എടുക്കും, X days. B എത്ര ദിവസം എടുക്കും, X plus 10. അപ്പൊ എ എക്സ്ട്രാ എത്രയാണ്, എ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 8. അപ്പൊ എത്ര വരും, 8 ആണെന്ന് കിട്ടും. അതേപോലെ തന്നെ ബി എക്സ്ട്രാ എത്ര കിട്ടും, ഇവിടെ ഒരു 10 കൂടുതൽ, ഇവിടെ ഒരു 18 കുറവ്. അപ്പൊ 10 plus 8 എന്ന് പറഞ്ഞാൽ 18. അപ്പൊ എ എക്സ്ട്രാ എന്ന് പറഞ്ഞത് 8 ആണെന്നും കിട്ടി, ബി എക്സ്ട്രാ എന്ന് പറഞ്ഞത് 18 ആണെന്നും കിട്ടി. ഇനി എന്താണ്, എ ആൻഡ് ബി. എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമ്മൾ എടുത്തിട്ടുള്ളത് എക്സ് മൈനസ് 8. അപ്പൊ എക്സ് മൈനസ് 8 ഈക്വൽ ടു എ എക്സ്ട്രാ എത്രയാണ്, റൂട്ട് ഓഫ് എ എക്സ്ട്രാ 8, ബി എക്സ്ട്രാ എന്ന് പറയുന്നത് 18. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, വാല്യൂ ഓഫ് എക്സ് ആണ്. അപ്പൊ എക്സ് മൈനസ് 8 എന്താണ് ആദ്യം കണ്ടുപിടിക്കുക, അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാം. അപ്പൊ റൂട്ട് ഓഫ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 18 ആദ്യത്തെ സ്ക്വയർ റൂട്ടിലെ നമ്പർ ഏതാണ്, 4. അപ്പൊ 4 into 2 ആയിട്ട് എഴുതാം. അപ്പൊ എന്ത് ചെയ്യുന്നു, റൂട്ട് ഓഫ് 4 into 2. അടുത്ത നമ്പറിനെ 2 into എന്ത് നമ്പറാണ്, 2 into 9. 2 into 9 ആണ് 8. ഈക്വൽ ടു എന്താന്ന് കിട്ടും, റൂട്ട് ഓഫ് 4ന്റെ റൂട്ട് എത്രയാണ്, ഇനി റൂട്ട് എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. ഈക്വൽ ടു 4ന്റെ റൂട്ട് എത്രയാണ്, 2. പിന്നെ 2 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 പുറത്തെടുക്കാം, അപ്പൊ ഒരു 2. പിന്നെ 9ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 3. അപ്പൊ എന്താന്ന് കിട്ടും, 2 into 2 4. 4 into 3 എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ എക്സ് മൈനസ് 8 എന്ന് പറഞ്ഞത് 12 ആണ് കിട്ടി. ഓക്കെ, എക്സ് മൈനസ് 8 എന്ന് പറഞ്ഞത് 12 ആണ് കിട്ടി. എക്സ് ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും, ഈക്വൽ ടു 12 മൈനസ് 8 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, പ്ലസ് 8 ആവും. അപ്പൊ 12 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടി, 20 days. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താണ്, 20 days ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ ക്യാൻ ഫിനിഷ് എ ജോബ് ഇൻ T minus 10 days. If A works alone, he will complete the same job in T days. B alone can do it in T plus 13 days. Then find the value of T. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എയും ബിയും കൂടെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ T minus 10 days എടുക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു, എ ആൻഡ് ബി എത്ര ദിവസം എടുക്കും, T minus 10. എ ആണെങ്കിൽ എത്ര ദിവസം എടുക്കും തന്നിട്ടുണ്ട്, എ എന്ന് പറയുന്നത് വർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ T days. അപ്പൊ എ എന്ന് പറയുന്നത് T. ബി എത്ര ദിവസം എടുക്കും തന്നിട്ടുണ്ട്, T plus 30. T plus 30. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എ എക്സ്ട്രാ എത്രയാണ്, ടിയിൽ നിന്ന് T minus 10 മൈനസ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും, 10 അല്ലേ.
എ എക്സ്ട്രാ 10, ബി എക്സ്ട്രാ ഇവിടെ 13 കൂടുതൽ, ഇവിടെ 10 കുറവ്, അപ്പൊ എത്രയാണ് 40. അപ്പോൾ എ എക്സ്ട്രാ നിന്ന് 10 കിട്ടി, ബി എക്സ്ട്രാ നിന്ന് 14 കിട്ടി. അപ്പോൾ എ ആൻഡ് ബി എത്രയാണ്? എ ആൻഡ് ബി ടി മൈനസ് 10. ടി മൈനസ് 10 ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ്ട്രാ 10 ഇൻറ്റു ബി എക്സ്ട്രാ എത്രയാണ്? 40 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് 10 അവിടെ നിർത്തിയിട്ട് ഇൻറ്റു 4 ഇൻറ്റു 10 എഴുതാം അല്ലെ. അപ്പോൾ 10 ഇൻറ്റു 4 എന്ന് എഴുതാം, 10 ഇൻറ്റു 4. അപ്പോൾ ഒരു 10 നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. ഈക്വൽ ടു 10 ഇൻറ്റു 4ന്റെ റൂട്ട് എത്രയാണ്? 4ന്റെ റൂട്ട് 2. അപ്പൊ എന്താണ് കിട്ടി? 10 ഇൻറ്റു 2. 10 ഇൻറ്റു 2 എത്രയാണ്? 20. അപ്പോൾ ടി മൈനസ് 10 ആണ് 20 അല്ലേ. ടി മൈനസ് 10 ആണ് 20. അപ്പൊ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്ന് കിട്ടും 20. ഈ മൈനസ് 10 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് 10 ആവും. അപ്പൊ 20 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്ന് കിട്ടി 30 ഡേയ്സ് ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 30 ഡേയ്സ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടി എന്താണ്? 30 ഡേയ്സ് ആണെന്ന് കിട്ടി. ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ സോൾവ് ചെയ്ത ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ഇടാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യിപ്പിക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ടും കാണാം. ഓക്കെ, താങ്ക് യു.